കഴിഞ്ഞ ദിവസം രാജ്യത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ ചടങ്ങോടെയാണ് നടന്നത്. നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെയും ഈ അവസരത്തിൽ നാം കേട്ടിരുന്നതാണ്. അപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ച വ്യക്തി പക്ഷേ രാഹുൽ ഗാന്ധിയാണ്. അതെ, സ്വാതന്ത്ര്യ ദിനത്തിൽ നടന്ന ഒരു കാര്യം വലിയ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പിൻനിരയിൽ സീറ്റ് നൽകിയതാണ് പുതിയ വിവാദത്തിന് കാരണമായിരിക്കുന്നത്. പ്രോട്ടോകോൾ അനുസരിച്ച് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമായ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എല്ലായ്പ്പോഴും മുൻനിരയിൽ ഒരു ഇരിപ്പിടം നൽകാറുണ്ട്. എന്നാൽ രാഹുലിന് ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്കൊപ്പം അവസാന നിരയിലാണ് സ്ഥാനം നൽകിയത്. മനു ബക്കർ, സരബ്ജോത് സിംഗ് തുടങ്ങിയ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായിരുന്നു മുൻനിരയിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൗഹാൻ, അമിത്ഷാ, S ജയശങ്കർ എന്നിവരും മുൻനിരയിൽ ഉണ്ടായിരുന്നു. ഒളിമ്പിക്സിൽ തുടർ വെങ്കലം നേടിയ ഹോക്കി ടീമിലെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, PR ശ്രീജേഷ് എന്നിവരും രാഹുൽ ഗാന്ധിക്ക് മുന്നിലായാണ് ഇരുന്നത്. വെളുത്ത കുർത്ത പൈജാമ ധരിച്ച രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഹോക്കി ടീം ഫോർവേഡ് ഗുർജന്റ് സിംഗിന്റെ അരികിലാണ് ഇരുന്നത്. ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായാണ് ഒരു പ്രതിപക്ഷ നേതാവ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് എത്തുന്നത്. 2014 മുതൽ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും ലോക്സഭയുടെ 10-1 അംഗസംഖ്യ ലഭിച്ചിരുന്നില്ല. അതിനാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനവും ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. 2014-19 തിരഞ്ഞെടുപ്പുകളിൽ 543 അംഗസഭയിൽ യഥാക്രമം 44, 52 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസ് നേടിയിരുന്നത്. അതിനാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നില്ല. എന്നാൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റ് നേടിയാണ് കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയത്. ഇതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനവും കോൺഗ്രസിന് ലഭിച്ചിരുന്നു. അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്ത് സോണിയാഗാന്ധിക്ക് എല്ലായ്പ്പോഴും ഒന്നാം നിരയിൽ സീറ്റ് അനുവദിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് പിൻനിരയിലെ സീറ്റ്. ഈ ഇരിപ്പിടത്തിൽ പോലും ഒരു വലിയ രാഷ്ട്രീയം കളിച്ചിരിക്കുകയാണ് കേന്ദ്രമെന്ന് നിസ്സംശയം പറയാം. എന്നാൽ ഈ വിവാദത്തിന് പ്രതികരണവുമായി കേന്ദ്രം എത്തിയതും ശ്രദ്ധേയമായി. മുൻനിര ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾക്ക് സീറ്റ് അനുവദിച്ചതിനാലാണ് പ്രതിപക്ഷ നേതാവിനെ പിൻനിരയിലേക്ക് മാറ്റേണ്ടി വന്നതെന്നാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞത്. സ്വാതന്ത്ര്യദിന പരിപാടിയുടെ നടത്തിപ്പും ഇരിപ്പിട പദ്ധതികൾ തയ്യാറാക്കലും പ്രതിരോധ മന്ത്രാലയത്തിനാണെന്നാണ് വിവാദത്തിനെതിരെ കേന്ദ്രം മറുപടി പറഞ്ഞത്. ഈ മറുപടിയൊക്കെ ഒരു രക്ഷപ്പെടൽ മാത്രമാണ്. ഇതൊന്നും വെച്ചു പൊറുപ്പിക്കില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതേസമയം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തെ വിമർശിച്ച് കോൺഗ്രസ് എത്തിയതും ശ്രദ്ധേയമായി. രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെ ഏകീകൃത സിവിൽ കോഡിനായി മോദി ആഹ്വാനം ചെയ്തിരുന്നു. നിലവിലുള്ള നിയമങ്ങൾ വർഗീയവും വിവേചനപരവുമാണെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ പ്രതികരണം. ഏക സിവിൽ കോഡ് എന്നതിലേക്ക് രാജ്യം നീങ്ങുമെന്നും അത് ഒരിക്കലും വർഗീയപരമായ സിവിൽ കോഡ് ആയിരിക്കില്ല എന്നുമായിരുന്നു മോദി പറഞ്ഞത്. പകരം മതേതര സിവിൽ കോഡ് ആയിരിക്കുമെന്നും മോദി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് ശക്തമായി വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്തെത്തിയത്. മോദിയുടെ പരാമർശം ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ അപമാനിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ജീവശാസ്ത്രപരമല്ലാത്ത പ്രധാനമന്ത്രിയുടെ പകപോക്കലിനും കൊള്ളരുതായ്മയ്ക്കും ചരിത്രത്തെ അപകീർത്തിപ്പെടുത്തുവാനുള്ള കഴിവിന് അതിരുകളില്ല. അത് ചെങ്കോട്ടയിൽ ഒന്നുകൂടി തെളിഞ്ഞു. ഞങ്ങൾക്ക് ഒരു വർഗീയ സിവിൽ കോഡ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് 1950കളുടെ മധ്യത്തോടെ യാഥാർത്ഥ്യമായ ഹിന്ദു വ്യക്തി നിയമങ്ങളിലെ ഏറ്റവും വലിയ പരിഷ്കർത്താവായ അംബേദ്കറിനേറ്റ കടുത്ത അപമാനമാണെന്നായിരുന്നു ജയറാം രമേശ് തുറന്നടിച്ചത്.